ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ യു പിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലാകമാനമുയരുന്ന ഒരു ചോദ്യമുണ്ട്. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീഴുമോ അതോ വാഴുമോ? BJP യു പി രാഷ്ട്രീയത്തിൽ ഇന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംശയത്തിൻ്റെ നിഴലിലാണ്. ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തു വന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ആരോപണം ഉയർത്തിയിരുന്നു. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഉടനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തേക്കുമെന്നായിരുന്നു ഈ ആരോപണം. ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് യു പിയിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ രൂപ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പത്രപ്രവർത്തകനായ ശ്യാംലാൽ യാദവിൻ്റെ അറ്റ് ദി ഹാർട്ട് ഓഫ് പവർ ദി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഉത്തർപ്രദേശ് എന്ന പുസ്തകം ചർച്ചയാവുകയാണ്. 2022 യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ 2021 വേനൽക്കാലത്ത് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ BJP നിരവധി ചർച്ചകൾ നടത്തിയതായി ഈ പുസ്തകത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ 21 മുഖ്യമന്ത്രിമാരുടെ ജീവിതകഥ പറയുന്ന പുസ്തകത്തിൽ പാർട്ടി യോഗിക്കെതിരെ നിരവധി കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നതായി യാദവ് ചൂണ്ടിക്കാട്ടുന്നു. യോഗിയുടെ നിലപാട് മൂലം ബ്രാഹ്മണ വിഭാഗം അകന്നത്, പാർട്ടി സംഘടനാ സംവിധാനത്തിൽ നിന്നും യോഗി അകന്നു നിൽക്കുന്നത്, സർക്കാർ റിക്രൂട്ട്മെൻറ്റിലെ പരീക്ഷാ പേപ്പർ ചോർച്ച, യോഗി ആദിത്യനാഥും അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും പ്രമുഖ OBC നേതാവുമായ കേശവ് പ്രസാദ് മൗര്യയുമായുള്ള വടംവലി തുടങ്ങിയ വിഷയങ്ങളാണ് യോഗിക്കെതിരെ അന്ന് ഉയർന്നു വന്നത്. യോഗിയും മൗര്യയും തമ്മിലുള്ള രൂക്ഷമായ ഭിന്നത ഒരു ഘട്ടത്തിൽ RSS നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് 2021 ജൂൺ 22 യോഗി ആദിത്യനാഥ് കേശവ് പ്രസാദ് മൗര്യയുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത ശേഷമാണ് പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചത്. ഇതിന് തൊട്ട് തലേ ദിവസം, അതായത് 2021 ജൂൺ 21 ലക്നൌവിൽ ഒരു സർക്കാർ പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യോഗി മൗര്യയുടെ വീട്ടിലെത്തിയത്. എന്നാൽ യോഗിയെ അനുകൂലിക്കുന്ന പാർട്ടിയിലൊരു വിഭാഗം പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി യോഗി ആദിത്യനാഥിനെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അവഗണിക്കുകയായിരുന്നു എന്നാണ്. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ യോഗിയെ പൂർണ്ണമായും പാർട്ടി കേന്ദ്ര നേതൃത്വം അവഗണിച്ചതായി യോഗിയെ പിന്തുണക്കുന്നവരും പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ യോഗി ആദിത്യനാഥിനെ അവഗണിച്ചത് യു പിയിലെ തിരിച്ചടിക്കൊരു കാരണമായതായി രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിരുന്നു രജപുത്ര സമൂഹം BJPക്കെതിരെ കർശനമായ ബഹിഷ്കരണ നിലപാടുമായി മുന്നോട്ട് വന്നത്. ബാബയെ ഡൽഹിയിലെ മേലാളന്മാർ തടങ്കലിലാക്കിയിരിക്കുകയാണെന്ന് അവർ ക്ഷത്രിയ സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല. രജപുത്രരെ അവർ അവഗണിക്കുകയായിരുന്നു. 2014 19 MPമാരുണ്ടായിരുന്ന രജപുത്ര വിഭാഗത്തിന് 2019 8 അംഗങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണ് ലഭിച്ചത്. 2024 തീർത്തും അവഗണനയായിരുന്നു. രജപുത്ര നേതാവും കിസാൻ മസ്ദൂർ സംഘടൻ സെക്രട്ടറിയുമായ ഠാക്കൂർ പുരൺ സിംഗ് പറയുന്നു, റിട്ടയേർഡ് ജനറലായിട്ടുള്ള VK സിംഗിന് സീറ്റ് നിഷേധിച്ചതും രജപുത്ര സ്ത്രീകളെ പരസ്യമായി അപമാനിച്ച കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലയെ പുറത്താക്കാൻ തയ്യാറാകാതിരുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈയൊരു സാഹചര്യത്തിൽ രജപുത്ര സമൂഹത്തെ പാർട്ടിക്ക് അനുകൂലമാക്കാൻ യോഗി ആദിത്യനാഥ് ശ്രമം നടത്തിയില്ലെന്ന് പാർട്ടിയിലൊരു വിഭാഗം ആരോപിക്കുമ്പോൾ പാർട്ടിയുടെ ഭീമമായ പതനം ഒഴിവാക്കിയത് യോഗി ആദിത്യനാഥിൻ്റെ പരിശ്രമമാണെന്ന് മറുവിഭാഗവും അവകാശപ്പെടുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം യു പി BJP രാഷ്ട്രീയം ആകെ കലങ്ങിമറിയാനുള്ള സാഹചര്യത്തിലാണ്. സാക്ഷി മഹാരാജ് എന്ന BJP നേതാവ് ഈ പരാജയത്തിന് കാരണക്കാരനായ എത്ര വലിയ ഉന്നതനായാലും അത് കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രൂക്ഷമായ സാഹചര്യത്തെ BJP കേന്ദ്ര നേതൃത്വവും RSSും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.